രാജ്ഭവനിൽ കൂടുതൽ പോലീസുകാരെ ആവശ്യപ്പെട്ട സംഭവത്തിൽ ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് ഉന്നതനായാലും നടപടിക്രമം പാലിക്കണം. പോലീസ് മേധാവിയോട് നേരിട്ടല്ല പോലീസുകാരെ ആവശ്യപ്പെടേണ്ടത്, സർക്കാരിനാണ് ആദ്യം കത്ത് നൽകേണ്ടതെന്നും മുഖ്യമന്ത്രി. ഗവർണറായതുകൊണ്ട് നേരെ പോലീസ് മേധാവിയെ വിളിച്ച് കുറച്ച് പോലീസുകാരെ അയച്ചതെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉത്തരവും കൊടുക്കാൻ പറ്റില്ല. അത് സാധാരണ ഗവൺമെൻറ്റിൽ വന്ന് ഗവൺമെൻറ്റാണ് നടപടിയെടുക്കുന്നത്. നടപടിക്രമം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതേത് ഉന്നതനായാലും നടപടിക്രമം പാലിച്ചിരിക്കണം. VS അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, ഭാരതാംബ വിഷയത്തിലാണെങ്കിലും കേരള സർവകലാശാല വിഷയത്തിലാണെങ്കിലും സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശം വന്നിരിക്കുന്നത്. ഏത് വേദിയിലാണ് മുഖ്യമന്ത്രി ഈ പരാമർശം നടത്തിയിരിക്കുന്നത്? ലക്ഷ്മി, ഗവർണർക്കെതിരെ അദ്ദേഹത്തിന്റെ നിലപാടിനെതിരെ വളരെ പരസ്യമായ വളരെ ഷാർപ്പായ ഒരു മറുപടിയാണ് ഇപ്പോൾ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. രാജ്ഭവനിലേക്ക് 6 പോലീസുകാരെ ആദ്യം പോലീസ് നൽകുകയും പിന്നീട് ഭരണപരമായ കാര്യങ്ങൾ മുൻനിർത്തി ആ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. രാജ്ഭവനിൽ നിന്ന് 7 പോലീസുകാരെ ആവശ്യപ്പെട്ട് ഗവർണർ കത്ത് നൽകി. ഈ വിഷയത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനം വന്നിരിക്കുന്നത്. കാരണം എത്ര ഉന്നതനായാലും നടപടിക്രമങ്ങൾ പാലിക്കണം. രാജ്ഭവനിലേക്ക് 4-5 പോലീസുകാരെ സുരക്ഷയ്ക്ക് നൽകുന്നതിൽ സർക്കാരിന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ അത് നൽകേണ്ട സാഹചര്യം അല്ലെങ്കിൽ ആവശ്യപ്പെടേണ്ടുന്നതിന് കൃത്യമായ ഒരു വഴിയുണ്ട്. അത് സർക്കാരിലേക്ക് ആദ്യം കത്ത് നൽകുകയും അത് സർക്കാർ പോലീസ് ആസ്ഥാനത്തേക്ക് നൽകി അങ്ങനെയാണ് നൽകേണ്ടത്. അല്ലാതെ നേരിട്ട് DGPക്ക് ഒരു കത്ത് നൽകി ഇവിടേക്ക് കുറച്ച് പോലീസുകാരെ വേണമെന്ന് പറയാൻ പാടില്ല. അത് നടപടിക്രമങ്ങളുടെ ലംഘനമാണ്. അത് എത്ര ഉന്നതനായാലും നടപടിക്രമങ്ങൾ പാലിച്ചു മാത്രമേ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നൊരു അതിരൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത്. ഈ വിമർശനം ഉന്നയിച്ചത് കോട്ടയത്ത് ഇന്ന് നടക്കുന്ന മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിലാണ് ഈ വിമർശനം ഉയർന്നിരിക്കുന്നത്. ലക്ഷ്മി, രജിസ്ട്രാറുടെ സസ്പെൻഷൻ ആണെങ്കിലും വലിയ തോതിൽ സർക്കാരിന് ഗവർണറുമായിട്ടുള്ള ഭിന്നത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ നടപടിക്രമങ്ങൾ പാലിച്ചല്ല അങ്ങനെ ഒരു സസ്പെൻഷൻ ഉണ്ടായത് എന്ന് പറയുന്നു. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തുണ്ടായ കാര്യങ്ങളുടെ തനിയാവർത്തനമാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് തനിയാവർത്തനം എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കടക്കുന്നു. കാരണം നമുക്കറിയപ്പോൾ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്തത് VC ആണെങ്കിൽ കൂടി അതിനു വേണ്ടിയിട്ടുള്ള നിയമോപദേശം തേടിയതും ഈ സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടതും ഗവർണർ രാജ്ഭവനും ഗവർണറുമാണ്. അതുകൊണ്ട് ഈ നിലപാടിൽ ഒരു കർശന നടപടിയിലേക്ക് കൂടുതൽ ശക്തമായ കടുത്ത നടപടികളിലേക്ക് ഗവർണർ കടക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇന്നലത്തെ ഈ രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി. അതിന് പിന്നാലെ ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ പാലിക്കാത്ത ഗവർണറുടെ നിലപാടിനെതിരെ മുഖ്യമന്ത്രിയും അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇത് വീണ്ടും ഒരു ഏറ്റുമുട്ടൽ കൂടുതൽ മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ലക്ഷ്മി, VS അനു, തിരുവനന്തപുരത്ത് നിന്ന്.